കേരള വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ഭാരവാഹികൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം, ലാൽ സലാം. വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ഓൺലൈൻ പ്രഭാഷണം എന്ന് തുടങ്ങിയാണ്. അപ്പോൾ ഈ പ്രഭാഷണത്തിൽ വർത്തമാനകാല ഇന്ത്യൻ അവസ്ഥയിലെ തൊഴിലും തൊഴിലാളികളും ഈ ടോപ്പിക്കിൽ പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയാണ് സഖാവ് മോത്തിലാൽ എന്നോട് പറഞ്ഞത്. വർത്തമാനകാലത്ത് ഇന്ത്യൻ അവസ്ഥ എന്ന് പറയുമ്പം എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊരാശയക്കുഴപ്പമുണ്ട്. കാരണം ഇന്ന് തൊഴിൽ മേഖലയും തൊഴിലാളി വർഗവും സാധാരണ ജനങ്ങളും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു 15 മിനിറ്റിനകത്ത് പറയുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നു. കോവിഡ്-19 തന്നെ തുടങ്ങാം. കോവിഡ്-19 വൈറസ് അത് ചൈനയിൽ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാം, നമ്മുടെ ഗവൺമെൻറ്റിനും അറിയാം, ഇന്ത്യയിലും കോവിഡ്-19 വൈറസ് കയറി നമ്മുടെ ജനങ്ങളെ അറ്റാക്ക് ചെയ്യും എന്നുള്ള കാര്യം ഗവൺമെൻറ്റിന് നല്ലപോലെ തന്നെ അറിയാമായിരുന്നു, കേന്ദ്ര സർക്കാർ. പക്ഷേ അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെ എടുക്കണോ അതൊന്നും തന്നെ ഗവൺമെൻറ് എടുത്തില്ല. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്, അതിൻ്റെ സ്പ്രെഡിങ്, അതിൻ്റെ ഇൻഫെക്ഷൻ വളരെ സീരിയസ് ആയിട്ട് വരുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിമോണിറ്റൈസേഷൻ അനൗൺസ് ചെയ്ത കണക്ക് ടി വിയുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു, ലോക്ക്ഡൗൺ, കോവിഡ്-19 ലോക്ക്ഡൗൺ, നിന്ന നിൽപ്പിൽ എല്ലാം നിൽക്കും, ട്രാൻസ്പോർട്ടില്ല, ട്രെയിനില്ല, എല്ലാ ഫാക്ടറീസും അടച്ചുപൂട്ടണം, എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടണം. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? കോടിക്കണക്കിന് തൊഴിലാളികൾ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കേണ്ടി വന്നു. മൈഗ്രൻ്റ് വർക്കേഴ്സ്, കേരളത്തിൽ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ഏതാണ്ട് 13 കോടി തൊഴിലാളികൾ പെട്ടെന്നൊരു ദിവസം രാവിലെ തെരുവിൽ നിൽക്കേണ്ടി വന്നു. ഒരറ്റത്ത് കോവിഡ്-19 അറ്റാക്ക്, മറ്റൊരു ഭാഗത്ത് വരുമാനമില്ല. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം സ്റ്റേറ്റിലോട്ട്, സ്വന്തം ഡിസ്ട്രിക്റ്റിലോട്ട് പോകണം. അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും ഗവൺമെൻറ് ചെയ്തില്ല. അവർ ഫേസ് ചെയ്ത കഷ്ടങ്ങളും അവർ അനുഭവിച്ച ദുഃഖങ്ങളും നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്. ഇങ്ങനെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൽ കോവിഡ്-19 ലോക്ക്ഡൗൺ എക്സ്റ്റൻഷനായി സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം അടച്ചുപൂട്ടി, വലിയ ബിസിനസ് എല്ലാം അടച്ചുപൂട്ടി, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് നിന്നു. ഗവൺമെൻറ് ഒരു സന്ദേശം കൊടുത്തു, ഒരു പ്രൈവറ്റ് മുതലാളിയും ശമ്പളം കൊടുക്കാതിരിക്കാൻ പാടില്ല, ശമ്പളം കൊടുക്കണം, ലോക്ക്ഡൗൺ ആണെങ്കിലും ശമ്പളം കൊടുക്കണം. ഒരു മുതലാളിയും ശമ്പളം കൊടുത്തില്ല. അപ്പോൾ ഒരറ്റത്ത് കോടിക്കണക്കായ തൊഴിലാളികൾക്ക് ഒരു വരുമാനവുമില്ലാതെ അവർ റോഡിൽ നിൽക്കേണ്ട അവസ്ഥ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഗവൺമെൻറ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് അവരുടെ നയങ്ങൾ ഓരോന്നിങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും, പർട്ടിക്കുലർലി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 8 മണിക്കൂറിൽ നിന്നും വർക്കിംഗ് അവേഴ്സ് 12 മണിക്കൂറായിട്ട് മാറ്റി. യോഗി ആദിത്യനാഥ് ഗവൺമെൻറ് പറഞ്ഞു
അടുത്ത 3 കൊല്ലത്തേക്ക് ഒരു തൊഴിൽ നിയമവും ലേബർ ലോസ് ഒന്നും തന്നെ UP സ്റ്റേറ്റിൽ ഇംപ്ലിമെൻ്റ് ആകത്തില്ല, ഫ്രീസ് ചെയ്യും. മധ്യപ്രദേശ് ഗവൺമെൻറ്, ഈവൻ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ, പഞ്ചാബ് ഗവൺമെൻറ്, ഇങ്ങനെ ഓരോ സ്റ്റേറ്റായിട്ട് ഇങ്ങനെയുള്ള തൊഴിലാളി വിരുദ്ധ അനൗൺസ്മെൻറ്റുകൾ നടത്താൻ തുടങ്ങി. സെൻട്രൽ ട്രേഡ് യൂണിയൻസ്, കേന്ദ്ര ട്രേഡ് യൂണിയൻസ് എല്ലാം ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ILOയുടെ ഡയറക്ടർ ജനറൽ പ്രൈം മിനിസ്റ്ററിന് കത്തയച്ചു. ഇന്ത്യയിൽ നടക്കുന്ന ഈ തൊഴിലാളി വിരുദ്ധ നടപടികളെല്ലാം ILO കൺവെൻഷൻസിന് എഗെയിൻസ്റ്റാണ്. കാരണം ഈ ILO കൺവെൻഷൻ എല്ലാം ഇന്ത്യ പാർട്ടിയാണ്, ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുള്ള കൺവെൻഷൻസാണ്. 8 മണിക്കൂർ വർക്കായാലും കളക്റ്റീവ് ബാർഗെയിനിങ് ആയാലും ഇതെല്ലാം റാറ്റിഫൈ ചെയ്തിട്ടുള്ള കൺവെൻഷൻസാണ്. അപ്പം അതിനുശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അത് വിഡ്രോ ആയി. ഇതിൻ്റെ ഇടയ്ക്കാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് COVID-19 എക്കണോമിക് റിലീഫ് പാക്കേജ് 20 ലക്ഷം കോടിയുടെ റിലീഫ് പാക്കേജ് അനൗൺസ് ചെയ്യുന്നു എന്നുള്ള പേരിൽ ആത്മനിർഭർ ഭാരത്. പ്രധാനമന്ത്രി പറഞ്ഞു, ഫൈനാൻസ് മിനിസ്റ്റർ ഈ 20 ലക്ഷം കോടി രൂപയുടെ ബെനിഫിറ്റ് ഈ രാജ്യത്ത് ആർക്കൊക്കെയാണ് കിട്ടാൻ പോകുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് ഓരോ ദിവസവും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും അവരുടെ ഡെപ്യൂട്ടി മിനിസ്റ്ററും രണ്ടുപേരും TV ചാനൽസിൻ്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാറി മാറി ഓരോ അനൗൺസ്മെൻറ്റുകൾ ചെയ്യാൻ തുടങ്ങി. 20 ലക്ഷം കോടി എന്ന് ഗവൺമെൻറ് പറഞ്ഞത് ഈ രാജ്യത്തുള്ള എക്കണോമിക് എക്സ്പേർട്സ് എല്ലാം തന്നെ അത് എക്സ്പോസ് ചെയ്ത് പറഞ്ഞു, ഇത് അത്രയും കള്ളത്തരമാണ്, 1 ലക്ഷം കോടിയുടെ ബെനിഫിറ്റ് പോലും ഇതിനകത്തില്ല. ഈ ആത്മനിർഭർ ഭാരത്, വോക്കൽ ഫോർ ലോക്കൽ, സെൽഫ് റിലയൻസ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടാനുള്ള ഒരു അനൗൺസ്മെൻ്റാണ് നിർമ്മല സീതാരാമൻ നടത്തിയത്. 344 പൊതുമേഖലാ സ്ഥാപനങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇന്ന് 270 സ്ഥാപനങ്ങൾ പോലും ഇല്ല. ഓരോന്നായിട്ട് അടച്ചു പൂട്ടിക്കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യുകയാണ്. അത് വളരെ വ്യക്തമായിട്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇനി സ്ട്രാറ്റജിക് സെക്ടാർസിൽ 4 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. നോൺ സ്ട്രാറ്റജിക് സെക്ടറിൽ 1 പബ്ലിക് സെക്ടർ, 1 പൊതുമേഖലാ സ്ഥാപനം മാത്രമേ കാണത്തുള്ളൂ. ബാക്കി എല്ലാം ഒന്നേ അടച്ചുപൂട്ടും അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യും. അപ്പം അതിൽ ബാങ്കുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, ONGC ഉണ്ട്, എയർപോർട്ടുണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, BPCL ഉണ്ട്. ഇങ്ങനെ ലാഭത്തിൽ ഫങ്ഷൻ ആകുന്ന പബ്ലിക് സെക്ടറുകളെ പോലും ഒന്നീ പ്രൈവറ്റൈസ് ചെയ്യും അല്ലെങ്കിൽ അടച്ചുപൂട്ടും എന്ന് വളരെ വ്യക്തമായിട്ട് അനൗൺസ് ചെയ്യും. കൽക്കരി, കോൾ മൈൻസ്, കംപ്ലീറ്റ് കമേഴ്ഷ്യൽ മൈനിങ് എന്നുള്ള പേരിൽ അത് ഓപ്ഷൻ വിട്ട് പ്രൈവറ്റ് കമ്പനീസിനെ ഹാൻഡ് ഓവർ ചെയ്യും. അപ്പം ഭൂമിക്കടിയിൽ പാതാളത്തിലുള്ള കൽക്കരി അതും പ്രൈവറ്റൈസ് ചെയ്യും. ഭൂമിക്ക് മേളിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രൈവറ്റൈസ് ചെയ്യും. ആകാശം, സ്പേസ് റിസർച്ച്, ISR, അവിടെയും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വരും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി അതും പ്രൈവറ്റൈസ് ചെയ്യും. അതെല്ലാം അനൗൺസ് ചെയ്തിട്ട് അടുത്ത അനൗൺസ്മെന്റിൽ പറയുകയാണ്, രാജ്യത്തുള്ള 219 കൊല്ലം ഓൾഡ്, 219 കൊല്ലം പഴക്കമുള്ള 41 ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറീസ് രാജ്യത്തിൻ്റെ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സസ്, പോലീസ് ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ ഡിഫൻസ് എക്വിപ്മെൻസും, അത് ടാങ്ക് ആയാലും അമിനീഷൻ ആയാലും ആംസ് ആയാലും റൈഫിൾസ് ആയാലും റിവോൾവർ ആയാലും നമ്മളെ സോൾജേഴ്സ് യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ക്ലോതിങ് യൂണിഫോംസ് ആയാലും ടെൻറ്റ്, പാരച്യൂട്ട്, ഇങ്ങനെയുള്ള 650 ഉപകരണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളെ 41 ഓർഡിനൻസ് ഫാക്ടറീസ്
ഡിഫൻസ് മിനിസ്ട്രിയിലുള്ള 41 ഓർഡിനൻസ് ഫാക്ടറീസ്. ഇന്ന് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഈ സ്ഥാപനങ്ങളെല്ലാം പബ്ലിക് സെക്ടർ കോർപ്പറേഷനായിട്ട് കൺവേർട്ടാണ്. കോർപ്പറേഷനായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഷെയർ മാർക്കറ്റിൽ അതിൻ്റെ ഷെയർ വിൽപ്പനയ്ക്ക് കൊണ്ടുവരും. ഇതെല്ലാം COVID-19 എക്കണോമിക് റിലീഫ് പാക്കേജിൽ വരുന്ന അനൗൺസ്മെൻറ്റ്സ് ആണ്. COVID-19 റിലീഫ് പാക്കേജിനും ഈ 49 ഡിഫൻസ് ഫാക്ടറീസ് ഇത് കോർപ്പറേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും പ്രൈവറ്റൈസ് ചെയ്യുന്നതും COVID-19 എക്കണോമിക് പാക്കേജ് റിലീഫിൽ എങ്ങനെ വരും എന്നുള്ളത് മോഡിയോ അല്ലെങ്കിൽ നിർമ്മല സീതാരാമനോ ആരും ഇതുവരെ രാജ്യത്ത് പറഞ്ഞിട്ടില്ല. അപ്പം അതാണ് അവരുടെ നയം. അപ്പം അതിനെഗെയിൻസ്റ്റാണ് ഇന്നൊരു വലിയ അജിറ്റേഷൻ. ഈ 41 ഫാക്ടറീസിലും വർക്ക് ചെയ്യുന്ന നമ്മളെ 80,000-ൽ കവിഞ്ഞും വർക്കേഴ്സ്, മോർ ദാൻ 80,000 എംപ്ലോയീസ്, അവരിന്ന് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രൈക്ക് ബാലറ്റ് എടുത്തു. സ്ട്രൈക്ക് ചെയ്യണോ വേണ്ടയോ, കോർപ്പറേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള ബാലറ്റ് നടത്തി. ഈ ബാലറ്റിൽ ഏതാണ്ട് 99% തൊഴിലാളികളും സർക്കാരിൻ്റെ ഈ നയത്തിന് അഗെയിൻസ്റ്റായിട്ട് ഇത് ഡിഫൻസ് ഇൻഡസ്ട്രിയാണ് പ്രൈവറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ പ്രൈവറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ സ്റ്റെപ്പാണ് ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മളൊരു ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിന് പോകണം എന്നുള്ള തീരുമാനം AIDF മാത്രമല്ല, INTUC ഫെഡറേഷൻ, BMS ഫെഡറേഷൻ ഉൾപ്പെടെ ഈ 3 ട്രേഡ് യൂണിയൻസും ചേർന്നാണ് ഇന്ന് ഗവൺമെൻറ്റിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിഫൻസ് ഇൻഡസ്ട്രിയും അറ്റാക്കിലാണ്. അടുത്ത അനൗൺസ്മെൻറ്റ് നിങ്ങൾക്കെല്ലാം അറിയാം. റെയിൽവേസ് 151 ട്രെയിൻസ്, 109 റൂട്ടുകളിൽ ഓടുന്ന 151 ട്രെയിൻസ് പ്രൈവറ്റൈസ്. അതിൻ്റെ ടെൻഡർ പബ്ലിഷ് ചെയ്തു. റെയിൽവേ പാളം, ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ പാളത്തിൻ്റെ മുകളിൽ ടാറ്റയുടെ, അംബാനിയുടെ, അദാനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറിൻ കമ്പനീസിൻ്റെ ട്രെയിൻ ഓടിത്തുടങ്ങി. ആൾറെഡി തേജസ് എന്നൊരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് കമ്പനീസിൻ്റെ. 4 ഇരട്ടിയൊക്കെയാണ് അതിൻ്റെ ഫെയർ. ആർക്കും ഒരു കൺസെഷനും ഇല്ല. സീനിയർ സിറ്റിസനോ സ്റ്റുഡൻസിനോ അങ്ങനെ ആർക്കും, അൺഎംപ്ലോയിഡ് ചെറുപ്പക്കാർക്കോ ആർക്കും ഒരു കൺസെഷനും ഇല്ല ഈ പ്രൈവറ്റ് റെയിൽവേസ്. ഇപ്പം 151 ട്രെയിനാണ് ഓടാൻ പോകുന്നത്, 109 റൂട്ടുകളിൽ. അവർക്ക് ഇഷ്ടപ്പെട്ട ഫെയർ അവർക്ക് ഫിക്സ് ചെയ്യാം. ഗാർഡും ഡ്രൈവറും, റെയിൽവേ ഗാർഡ്, റെയിൽവേ ഡ്രൈവർ, അവർ 2 പേരും മാത്രമായിരിക്കും ഗവൺമെൻറ് എംപ്ലോയീസ്. ബാക്കി എല്ലാവരും പ്രൈവറ്റ് എംപ്ലോയീസാണ്. തേജസ് ട്രെയിനിലെ അനുഭവം അറിയാം. 18 മണിക്കൂർ ജോലി ചെയ്യണം അതിനകത്ത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. എയർ ഹോസ്റ്റസിനെ പോലെയാണ് അവിടെ ട്രെയിൻ ഹോസ്റ്റസ് എന്നും പറഞ്ഞ് കൊച്ചു പെൺപിള്ളാരും ജോലിക്കെടുത്തത്. 18 മണിക്കൂർ അവർ വർക്ക് ചെയ്യണം. 15,000 രൂപയാണ് ശമ്പളം. അതിൽ കുറേ പേരെ ഡിസ്മിസ് ചെയ്തു, പനിഷ്മെൻ്റ് കൊടുത്തു. അവർ മേക്കപ്പ് ശരിക്ക് ചെയ്തുകൊണ്ട് വന്നില്ല. ശമ്പളം കൊടുക്കുന്നത് 15,000, അതിൻ്റെ മേക്കപ്പ് ചെയ്യാൻ 10,000 ചെലവ് ചെയ്താൽ അവരെങ്ങനെ ജീവിക്കും? ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന ഏതാണ്? 109 റൂട്ടാണ് പ്രൈവറ്റൈസ് ചെയ്തിരിക്കുന്നത്. 150 ട്രെയിൻ പ്രൈവറ്റൈസ് ചെയ്തു. ജൂൺ 1-ാം തീയതി ഓർഡർ വരുന്നുണ്ട്. ജൂലൈ 1-ാം തീയതി, ജൂലൈ 2-ാം തീയതി അടുത്ത ഓർഡർ വരുന്നത്. 3 ലക്ഷം വേക്കൻസി ഉണ്ട് റെയിൽവേയിൽ. 50% അബോളിഷ്ഡ്, 50% അബോളിഷ്ഡ്. വേക്കൻസി ഇനി ഫില്ലപ്പ് ചെയ്യത്തില്ല. പുതിയ നിയമനങ്ങളൊന്നുമില്ല. ഉള്ള വേക്കൻസിയിലും 50% സറണ്ടർ. റെയിൽവേയുടെ 8 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി പെരമ്പൂർ, റെയിൽവേ കോച്ച് ഫാക്ടറി കപൂർത്തല, മോഡേൺ റെയിൽ കോച്ച് ഫാക്ടറി റൈബറേലി, ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ്, വാരണാസി ലോക്കോമോട്ടീവ്, ഇതെല്ലാം കോർപ്പറേഷനായിട്ട് മാറ്റി പ്രൈവറ്റൈസ് ചെയ്യും. 10 ലക്ഷം വേക്കൻസി ഉണ്ട് ഇന്ന് പബ്ലിക് സെക്ടറിൽ മാത്രം. 6 ലക്ഷം വേക്കൻസി ഉണ്ട് ഗവൺമെൻറ് സെക്ടറിൽ മാത്രം. 16 ലക്ഷം വേക്കൻസി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് തൊഴിലില്ലാതെ പഠിച്ച 16 ലക്ഷം യൂത്തിന് ജോലി കിട്ടിയത്. അതിൽ 27% OBC, 15% SC, 7% ഷെഡ്യൂൾ ട്രൈബ്. മോഡി തന്നെ അനൗൺസ് ചെയ്ത 10% എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻ ദ ഫോർവേഡ് കമ്മ്യൂണിറ്റി.
ഫിസിക്കലി ചാലഞ്ച്ഡ് അതൊരു 4%. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ഇന്ന് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഉണ്ട്. പക്ഷേ ഇതൊന്നും ഫില്ലപ്പ് ചെയ്യത്തില്ല, ഇതെല്ലാം അബോളിഷ് ചെയ്യുകയാണ്. ഗവൺമെൻറ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെൻഷൻ എല്ലാം നിർത്തി. 2004 ശേഷം ജോലിക്ക് വന്ന ഗവൺമെൻറ് എംപ്ലോയീസിന് പെൻഷൻ ഇല്ല, കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. അതിലും ഒരു മിനിമം പെൻഷൻ്റെ ഗ്യാരണ്ടി പോലും ഇല്ല. COVID-19 പേരും പറഞ്ഞ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കിട്ടേണ്ട DA 4% ജനുവരി 1 മുതൽ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത DA ഇല്ല. ഇനി 18 മാസത്തേക്ക് ഗവൺമെൻറ് എംപ്ലോയീസിന് DA ഇല്ല. കേന്ദ്ര സർക്കാർ DA ഇല്ലെന്ന് പറഞ്ഞപ്പം എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇനി നിങ്ങൾക്ക് DA കിട്ടത്തില്ല എന്ന് അവരും തീരുമാനമെടുത്തു. എല്ലാവർക്കും കോൺട്രാക്റ്റിലും ഔട്ട്സോഴ്സിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് തന്നെ ഇനി പെർമനൻ്റ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. ലേബർ ലാസ് അമെൻഡ് ചെയ്ത് ഫിക്സഡ് ടേം എംപ്ലോയ്മെൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് 6 മാസത്തേക്ക് 1 കൊല്ലത്തേക്കുള്ള ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ്. ഈ പുതിയ നയങ്ങളെല്ലാം നരേന്ദ്രമോദി ഗവൺമെൻറ് ഓരോന്നായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. ട്രേഡ് യൂണിയനുകൾ സെക്ടറിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കോൾ വർക്കേഴ്സ്, കൽക്കരി വർക്കേഴ്സ് 3 ദിവസത്തെ സ്ട്രൈക്കിന് പോയി. രാജ്യത്തെമ്പാടുമുള്ള 40 കോടി വർക്കേഴ്സ് ഈ കഴിഞ്ഞ ജൂലൈ 3 നാഷണൽ പ്രൊട്ടസ്റ്റ് ഡേ ഒബ്സർവ് ചെയ്യും. COVID-19 ലോക്ക്ഡൗൺ ഉണ്ട്, 144 ഉണ്ട്, എങ്കിലും തന്നെ കോടിക്കണക്കായ ജനങ്ങൾ തെരുവിൽ നിന്ന് പോരാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പോരാട്ടങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനവും ബാങ്ക് ആയാലും ഇൻഷുറൻസ് ആയാലും ONGC ആയാലും BPCL ആയാലും എല്ലാ പബ്ലിക് സെക്ടറും പ്രൈവറ്റൈസ് ചെയ്യുക, അടച്ചുപൂട്ടുക. ഗവൺമെൻറ് സെക്ടർ അടച്ചുപൂട്ടുക. വേക്കൻസീസ് അബോളിഷ് ചെയ്യുക. ലേബർ ലാസ് 150 കൊല്ലമായിട്ട് AITUCയുടെ 100ാം സെൻറ്റിനറി വർഷമാണ്, 100 ഇയേഴ്സാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. AITUCയുടെ നേതൃത്വത്തിൽ തൊഴിലാളി വർഗത്തിന് കിട്ടിയിട്ടുള്ള ഏതാണ്ട് 10-60 ലേബർ ലാസ് എല്ലാം കൂടെ സിങ്ക്രണൈസ് ചെയ്ത് 4 ലേബർ കോഡായിട്ട് പാർലമെൻറ്റിൽ പാസ് ചെയ്യുകയാണ്. ഇതെല്ലാം കോർപ്പറേറ്റ് ഹൗസസിന് ഫേവറായിട്ടാണ്, പ്രൈവറ്റ് സെക്ടേഴ്സ് മുതലാളികൾക്ക് ഫേവറായിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഈ ഇഷ്യൂസ് എല്ലാം ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും ഓർഗനൈസ് ചെയ്ത് വർക്കിംഗ് ക്ലാസ് മാത്രമല്ല അൺഎംപ്ലോയിഡ് യൂത്ത്സ്, ഡൊമസ്റ്റിക് വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ്, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ്, ബാങ്ക് എംപ്ലോയീസ്, ഇവരെ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വർഗ വിരോധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വമ്പിച്ച പോരാട്ടങ്ങളിലോട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അതിൽ വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ മുൻകൈയെടുത്ത് കേരളത്തിൽ ഈ പോരാട്ടങ്ങളെല്ലാം നടത്തുന്നതിനായിട്ടുള്ള സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.